എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അയ്യോ എന്റെ തമ്പുരാനെ, കണ്ണൊക്കെ മിഴിച്ചു വരുന്നു. വലിയ കൊള്ളാന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അതെന്നറിയാം, ഈ സോൾട്ട് ആൻഡ് പെപ്പറില് ലാലേട്ടനെ ഈ എന്താ പറയാ ഉണ്ണിയപ്പം ഒക്കെ എടുത്ത് വായിട്ടിട്ട് ആ കഴിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരു കഴിക്കാൻ പേടിയാന്ന് മാത്രമല്ല അതിന്റെ ഒരു ആസ്വദിക്കുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ആസ്വദിച്ചു ഇങ്ങനെയും ആസ്വദിക്കാം. ഇപ്പൊ മനസ്സിലായി. അന്നായിരുന്നു ഞാൻ മട്ടന്റെ ഒരാളാണ് കേട്ടോ. ആണോ? ഇഷ്ടമാണോ മട്ടൻ? ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ എന്നാ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കോ? അവിടെ എന്നാ ഏറ്റവും ഇഷ്ടം ചേരുന്നു? എനിക്ക് മട്ടനായിരിക്കും, പിള്ളേർക്ക് അല്ല മട്ടൻ പെരട്ടാണോ? ഇതിപ്പോ മട്ടൻ പെരട്ടാക്കിയാ വെച്ചേക്കുന്നത്. കുറുമ നല്ല അല്ലേ? അത് ഈ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആന്നേല് എന്നാ ടേസ്റ്റാ അല്ലേ? പിന്നെ ഇനി ചേട്ടാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഫിലിം ഏതാ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ഇറങ്ങാനുണ്ടെന്ന് ജോൺ ഹോനായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് അത് ബേട്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരുമാണ് അതിലിപ്പോൾ ഒരു വേഷം ചെയ്തു. പിന്നെ ഒന്ന് ഗോസ്റ്റ് വില്ല എന്ന് പറഞ്ഞൊരു ഹൊറർ പടമാണ്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിമിക്രി ചെയ്യുന്ന ആദ്യമൊക്കെ നമ്മൾ ചുമ്മാ ഒരു ഡീസൻ ഒരു പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് മാത്രം വന്നിട്ട് നമ്മൾ സൗണ്ട് വൈസ് ആളെ മനസ്സിലാക്കിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ 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 രൂപം കൊണ്ടും മാറി. അതെ അതെ ഇല്ലേ? ഒരു എന്നാ പറയുന്ന ഒരു മെഗാ ഷോ പോലെയൊക്കെ ആയി മാറി. അത് മസ്റ്റായിട്ട് മാറ്റിയതാണോ അതോ എന്നാ അത് പാർട്ട് ഓഫ് ദ ഗെയിം ആണോ? അല്ല, അത് കൊച്ചിൻ കലാഭവനൊക്കെ വന്നപ്പോൾ ജയറാമേട്ടനൊക്കെ ഉള്ള സമയത്ത് അവർ 5 പേര് 5 ജുബ്ബ വെള്ള ജുബ്ബ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ സിമ്പിളുണ്ട്. ഇപ്പോൾ എന്നാ ഏതെങ്കിലും വില്ലൻ കഥാപാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ തലയിൽ പെട്ടെന്നൊരു ആ ഒരു ഷാൾ എടുത്ത് ഇമ്മാന്ന് കിട്ടും. അതിൽ നമ്മൾ മനസ്സിലാക്കണം. പെണ്ണാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ തോർത്ത് പോലെ ഒന്ന് ഇരുന്നിടും, അല്ല ഇവിടെ നിന്ന് കെട്ടും. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന ആൾക്കാരാണ്. ഇപ്പം നടന്മാരെ ചെയ്യുമ്പോഴൊക്കെ ആ കോസ്റ്റ്യൂമിൽ നിന്നിട്ടുള്ള പ്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അബീക്കയുടെ ആ ഒരു വരവോടുകൂടിയാണ് താരങ്ങളുടെ രൂപത്തിലേക്ക് ഒരു ചേഞ്ച് അദ്ദേഹം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെ വന്നിട്ടാണ് കുറച്ചുകൂടെ ഒന്ന് മാറ്റിയത്. താടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, തിരിഞ്ഞു നിന്നിട്ട് കുറച്ചുകൂടെ കോസ്റ്റ്യൂംസിലേക്ക് കുറച്ച് ശ്രദ്ധിച്ച്. അത് കഴിഞ്ഞിട്ട് വന്ന തലമുറകൾ അത് തന്നെ. അത് കഴിഞ്ഞിട്ട് വന്ന തലമുറകൾ പിന്നെ പക്ക ഡിറ്റ ഡ്യൂപ്പുകളെന്ന് പറയാം. ഇപ്പോൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്പ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഗറുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു മിമിക്രിയിൽ. പക്ഷെ അത് മിമിക്രി എന്ന് പറയാൻ പറ്റില്ല, അത് ഡ്യൂപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഡ്യൂപ്പ് അല്ല മിമിക്രി എന്ന് പറയാൻ. ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഒക്കെ വരുമ്പം ഉമ്മൻചാണ്ടി സാറിന് ഇപ്പം അതേപോലെയാ ശരിക്കും സ്റ്റേജിൽ വരുമ്പോ അല്ലേ? അങ്ങനെ ആയി പോവൂ? അത് മാനറിസംസും എല്ലാം അതേ കൂട്ടാ വരുന്നേ. എനിക്ക് അങ്ങനെ വന്നാലേ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ പെരുവരൽ തൊട്ട് തലമുടി വരെ എനിക്ക് അത് ഫീൽ ചെയ്യും പറയാറില്ല. ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തിലകൻ ചേട്ടനൊക്കെ പറയാറുണ്ട് ചില ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൊത്തം മാനറിസത്തിലേക്ക് അത് വന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സ്റ്റാറിനെ എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ ചീഫ് മിനിസ്റ്ററിനെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. സപ്പോസാ പറയുന്നത് എങ്ങാനും ചേട്ടൻ്റെ ദേഹത്ത് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പോലെ ചീഫ് മിനിസ്റ്റർ ആയിപ്പോയി, മാറുന്നില്ല, തിരിച്ച് കോട്ടയം നസീർ ആവുന്നില്ല, എന്നാ ചെയ്യാൻ പറ്റും? എന്നാ ചെയ്യും? ആ നിമിഷം എന്നാ ചെയ്യും? അഥവാ ആയിപ്പോയി. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നാച്ചുറലി നമുക്ക് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഞാൻ. അങ്ങനെ ആയാൽ ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള കോട്ടയം നസീർ ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? നസീർ ചേട്ടനല്ല, ഇവിടെ ചീഫ് മിനിസ്റ്ററാ. ഓ ശരി. റിയലായിട്ട് വന്നാൽ എന്താ ചെയ്യുക? ഇപ്പോൾ ബന്ധും ഹർത്താലും എടുത്തു കളയും. വെരി ഗുഡ്. അതായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ ഒന്ന് പറഞ്ഞേ. ആദ്യമേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹർത്താൽ അല്ലെങ്കിൽ ബന്ദ് എന്ന് പറയുന്ന ഈ മാരണം എടുത്തു കളയും. അതിന് പാർട്ടിയോ ഗ്രൂപ്പോ മതങ്ങളോ ഒന്നും ഞാൻ നോക്കത്തില്ല. അത് എടുത്തു കളയും. ഹർത്താൽ നമുക്ക് വേണ്ട. ഓരോരുത്തരും ഭരിക്കുമ്പോൾ അവർ മറ്റുള്ളവർ ഹർത്താൽ നടത്തുമ്പോൾ മിണ്ടാത്തത് എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരം അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും ചെയ്യണ്ടേ, അപ്പൊ കണ്ണടച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതേപോലെ ഒരു കാര്യം കൂടെ പറയാവോ? മദ്യം നിരോധിക്കും എന്നും കൂടെ പറയാവോ? തീർച്ചയായിട്ടും നിരോധിച്ചോണ്ടിരിക്കുകയാണല്ലോ. മൊത്തത്തിൽ നിരോധിക്കാന്നങ്ങ് പറയും. മൊത്തത്തില് നിരോധിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് മിച്ചം വരും. അത് വേണ്ട.
അത് കുറച്ച് പേര് മിച്ചം ഉണ്ടാവത്തില്ല. നിർത്തിയാല് അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ അങ്ങനെ വേണ്ട അല്ലേ? ഇത്ര സാധനം മാത്രമേ ഉള്ളൂ, ബന്ധു മാത്രമേ ഉള്ളൂ ചീഫ് മിനിസ്റ്റർ പറയാനുള്ളത്? അല്ല, പിന്നെ ഈ മായം, എല്ലാ സാധനത്തിലും മായമാണ്. അതെന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? നമുക്ക് എല്ലാത്തിനുമുള്ള കഴിവുണ്ട് കേരളീയർക്ക്. ഇവിടെ സ്ഥലങ്ങളുണ്ട്, കൃഷി ചെയ്യാനുള്ള ഭൂമിയുണ്ട്, ഒക്കെ ഉണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചെയ്യത്തില്ല. പുറത്തുനിന്ന് വരുന്ന മായം ചേർത്തത് വാങ്ങിക്കഴിക്കും. എന്നിട്ട് എന്താ പറയുക, ക്യാൻസറിനെ പ്രതിരോധിക്കുകയല്ല, അതിനുള്ള വിളിച്ചു വരുത്തിയിട്ട് അതിന് ചികിത്സിക്കാനായിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാൻസർ സെൻ്ററുകൾ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതല്ല ഇവിടെ വേണ്ടത്. ഇതൊക്കെ അഥവാ ആയി പോയാൽ ഇതൊക്കെ ചെയ്തു തരണം കേട്ടോ. എന്നാ പറയുന്ന ഒത്തിരി ഈ ഫിലിമിലാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് അവാർഡ്സ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന് ഏറ്റവും കിട്ടിയിട്ടുള്ള അവാർഡ് ഇപ്പം? അതായത് മിമിക്രി എന്ന് പറയുന്ന ഒരു കലയെ നമ്മൾ ശരിക്കും അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇവിടെ. ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു രീതിയിലൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ മിമിക്രി എന്ന് പറയുന്ന കലയെ സംഗീത നാടക അക്കാദമി ആദ്യമായിട്ട് അംഗീകരിക്കുകയും അതിൽ ആദ്യത്തെ മിമിക്രി കലാകാരനായിട്ട് എനിക്കാണ് അവാർഡ് തന്നത്. അന്ന് മുകേഷ് ഏട്ടൻ ചെയർമാനായിരിക്കുന്ന സമയത്താണ് കിട്ടിയത്. ഇതിപ്പോൾ അവാർഡോ മറ്റൊന്നുമല്ല, പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു, അതാണ് നമ്മുടെ ഏറ്റവും വലിയ അവാർഡ്. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ഈ രംഗത്ത് നിൽക്കാൻ പറ്റുന്നു. മറ്റ് പലർക്കും കിട്ടാത്ത പല ഭാഗ്യങ്ങൾ, ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നു, അവിടെ അതൊക്കെ കാണാൻ സാധിക്കുന്നു, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കുക, അതാണ് ഏറ്റവും വലിയ അവാർഡ്. മിമിക്രിയൊക്കെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സപ്പോസ് ഇപ്പോൾ ചേട്ടനൊരു മനസ്സിനൊരു വിഷമം വന്നൊരു സമയമാണ്, ഇപ്പോൾ ഒരു ഭയങ്കര ദുഃഖം വന്നൊരു സമയമാണെന്ന് വെച്ചോ, ഈശ്വരൻ സഹായിച്ചങ്ങനൊന്നും വരാതിരിക്കട്ടെ, പക്ഷെ ഞാൻ പറയുക, അങ്ങനെ ഒരു നമ്മളൊരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം ഉണ്ട്, ചെയ്യാതിരിക്കാനും ഒക്കത്തില്ല. അങ്ങനെ വല്ല സിറ്റുവേഷനിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്? ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണായി മാറിയല്ലേ പറ്റുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ത്രോട്ട് ഈ വോയിസ് ആണ് നമ്മുടെ, അതില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ടൊരു ഗുണമില്ല. ഇത് കലാരംഗത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം മിമിക്രി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ കോഴിക്കോട് പോകുമ്പോൾ, അത് നമ്മൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, നമ്മൾ ദൈവത്തെ കാണുന്ന ചില മുഹൂർത്തങ്ങളാണ്. ഞാൻ ദിവസം കോഴിക്കോട് പോകുന്ന സമയത്ത് അന്ന് പ്രോഗ്രാം വൈകുന്നേരം, അപ്പോൾ ഇവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകുമ്പോൾ എൻ്റെ ശബ്ദം എന്ന് പറയാൻ ഹലോ, ഇത്രയേ ഉള്ളൂ ശബ്ദം. അപ്പോൾ പോകാൻ വേണം, ഈ സൗണ്ട് വെച്ചിട്ട് ഒരിക്കലും മിമിക്രി ചെയ്യാനും പറ്റില്ല, കാര്യം ഞാൻ ചെയ്യുന്ന കുറേ സൗണ്ട് എഫക്ട്സുകളൊക്കെ ഹെവിയാണ്, അത്ര നല്ല ത്രോട്ടിലേ ചെയ്യാൻ പറ്റുള്ളൂ. പോവുകയാണ് ഞങ്ങളിവിടെ നിന്ന്. അങ്ങനെ പോയി എറണാകുളത്തുനിന്ന് അവിടെ നിന്ന്, അപ്പം കൂട്ടുകാരത്ത് ഓരോരുത്തരുടെയും ഇതാണ്, കുറച്ച് വെറ്റിൽ മേടിക്കുക, കുറച്ച് എണ്ണ തേക്കൂ, അതിൻ്റെ നീരിറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും. പിന്നെ മറ്റേ ഗ്യാസ് മുട്ടായി മേടിച്ച് കഴിക്കൂ, മറ്റേ ഇത് താലിപത്രം അത് മേടിച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് ചെയ്യുക. അങ്ങനെ തൃശ്ശൂരൊക്കെ ആയപ്പോഴത്തേന് ഹലോ അവിടം വരെ എത്തി, ഹലോ അന്യനൊക്കെ ആയി, ബാബു നമ്പൂരിൽ നിന്ന് അന്യം വരെ എത്തി. അങ്ങനെ പിന്നെ അങ്ങോട്ട് എത്തി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കിന് ഹലോ അവിടം വരെ എത്തി. അപ്പോഴും വേദനയുണ്ട്, തൊണ്ട നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു ടെൻഷനാണ്, എന്ത് ചെയ്യും, മറ്റേ മൺമാൻ ഷോ കളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ചുമയുണ്ടൊക്കെയുണ്ട്. അനൗൺസ് ചെയ്ത് സ്റ്റേജിൽ കയറി മൈക്കിന് മുമ്പ് ചെന്നപ്പോൾ എൻ്റെ ഈ സൗണ്ടായിരുന്നു. അതുവരെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, ഒത്തിരി അവസരങ്ങൾ. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് മൂവി ചേട്ടൻ ചെയ്യുന്നില്ലേ, അതെനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പടം. അടൂർ ബാസി ചേട്ടൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ എടുക്കാൻ പോവല്ലേ, ചിരിയുടെ മന്നൻ. ഞാനും വലിയ പ്രതീക്ഷയിലാണ്. അപ്പം ഞാനത് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് പഴയ ബാസാറിൻ്റെ പടം എടുത്ത് ഞങ്ങൾ ഫോട്ടോഷോപ്പിലിട്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അതിലൊക്കെ ഡയറക്ടർ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഹരികുമാറേട്ടനുണ്ടല്ലോ, അനന്തരൻ, അദ്ദേഹമൊക്കെ കണ്ടിരുന്നു, അതെല്ലാം ഹാപ്പിയാണ്. ഇനിയെല്ലാം ദൈവനിമിത്തം പോലെ, കാര്യം അതിനകത്ത് 2-3 സംഭവങ്ങളുണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഗൗരി തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം അടൂർ ബാസാറായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ നടനാണ് അദ്ദേഹം. അദ്ദേഹം മരിച്ചിട്ട് 25 വർഷം തികയാണ്. എൻ്റെ മിമിക്രി 25 വർഷമാണ്. ഭാഗ്യം. അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ. അത് ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടായോ എന്റെ കറിയൊക്കെ അവിടെ വെക്കുന്ന കൂട്ടാന്നോ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ഒരു പെണ്ണിനെ അംഗീകരിച്ചു. ഒന്നുമില്ല കേട്ടോ, സ്ത്രീകളെ പറ്റി അങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല. സ്ത്രീകളൊക്കെ ചുമ്മാതാ, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിന് അതങ്ങ് പറയുമ്പോഴത്തേനും പിന്നെ എനിക്കൊന്നും പറയാൻ നോക്കുകയല്ല. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അന്വേഷണം പറയണം തീർച്ചയായിട്ടും. എന്നാ പറയുന്നേ?